ഹലോ റൈഡേഴ്സ്, ഹൗ യു ഡൂയിങ്? അങ്ങനെ ഒരുപാട് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് വരുന്നുണ്ട്. പക്ഷേ ലോങ് വീഡിയോസിൽ കുറച്ചൊരു ഗ്യാപ്പ് വന്നു. ഇനി കഴിവതും കുറച്ചും കൂടി ഫ്രീക്വന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. എനിവേ, ഇന്നത്തെ ഈ ലോങ് വീഡിയോയ്ക്ക് നമ്മൾ താങ്ക്സ് പറയേണ്ടത് ഈ മോട്ടോറാഡ് എന്നുള്ള ഈ സൈക്കിൾ ബ്രാൻഡിനാണ്. ഈ മോട്ടോറാഡിന്റെ ഡുഡിൽ പ്രോ എന്ന് വിളിക്കുന്ന ഈ കാണുന്ന ഇലക്ട്രിക് സൈക്കിൾ ഒരു ബൈക്കർ പോയിന്റ് ഓഫ് വ്യൂവിൽ റിവ്യൂ ചെയ്യാൻ വേണ്ടി അവരെനിക്ക് അയച്ചതാണ്. ഒരു +2 കഴിഞ്ഞ ശേഷം ഞാൻ ഓടിച്ച 2 വീലേഴ്സ് എല്ലാം ബൈക്കും സ്കൂട്ടറൊക്കെയാണ്. ഇതിനിടയ്ക്ക് സൈക്കിൾ ഓടിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല. എനിവേ, ഇതൊരു നോർമൽ സൈക്കിൾ അല്ല. 12.75 ലിഥിയം അയൺ ബാറ്ററി വരുന്ന ഒരു ഇലക്ട്രിക് സൈക്കിളാണ്. എന്ന് വെച്ചാൽ ഒരു നോർമൽ ഗിയർ സൈക്കിൾ പോലെ നമുക്കിത് യൂസ് ചെയ്യാം. ഇനി ചവിട്ടാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഇലക്ട്രിക് ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കുന്ന പോലെ ചുമ്മാ ത്രോട്ടിൽ കൊടുത്തും പോകാം. ആദ്യം തന്നെ എൻ്റെ ലുക്സിലോട്ട് വരാം. നമ്മൾ നോർമലി കാണുന്ന സൈക്കിൾസ് പോലെയൊന്നുമല്ല, ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കാണ് ഈ സൈക്കിളിന് വരുന്നത്. നമ്മൾ ഓടിച്ചു പോകുമ്പോൾ പലരും ഇതെന്താണ് വണ്ടിയും തന്നെ നോക്കാറുണ്ട്. നല്ല ടോളായിട്ടുള്ള ആ ഒരു ഹാൻഡിൽ പൊസിഷൻ, പിന്നെ എടുത്തു പറയേണ്ട ബൈക്കുകളിലൊക്കെ ഉള്ള പോലെ നല്ല ഫാറ്റ് ആയിട്ടുള്ള ടയേഴ്സ്, പിന്നെ ആ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഫ്രെയിം ഡിസൈൻ തന്നെയാണ് ഇതിനൊക്കെ കാരണം. ഫ്രണ്ടിൽ ഒരു കുഞ്ഞ് ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള ത്രോ ഒന്നുമില്ല, പക്ഷേ രാത്രി നമ്മൾ സൈക്കിൾ ഓടിക്കുമ്പോൾ ഇതിന് വേണ്ട സ്പീഡിന് പറ്റിയ ഒരു ത്രോ എന്തായാലും കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ ഒരു മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. ലോക്ക് ചെയ്യാനും കംപ്രഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷൻ വരുന്നുണ്ട്. പിന്നെ 20/4 ഇഞ്ചസിന്റെ ഫാറ്റ് ആയിട്ടുള്ള നൈലോൺ ടയേഴ്സ്. ഇതിന്റെ ആ ഒരു ട്രെഡ് കാണുമ്പോൾ തന്നെ അറിയാം അഡ്വഞ്ചർ അല്ലെങ്കിൽ ഓഫ് റോഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടയേഴ്സ് ആണത്. റിയറിലും മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്സ് തന്നെയാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ കാണുന്ന ഷിമാനോ 7 സ്പീഡ് ഗിയർ സെറ്റപ്പ് ആണ്. അതുപോലെ ഒരു കാരിയർ വരുന്നുണ്ട്. മാക്സിമം 35 കിലോ ഒരു വെയിറ്റ് കൊണ്ടുപോകാന്നാണ് പറയുന്നത്. വേണമെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ പുറകിലെത്തി ഓടിക്കാം, പക്ഷെ അവർക്ക് സേഫ്ലി പിടിച്ചിരിക്കാനോ അല്ലെങ്കിൽ കാല് വയ്ക്കാൻ ഫുഡ് റെസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു വലിയ സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഹാൻഡിലോട്ട് വരുമ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ത്രോട്ടിൽ, അതായത് ആക്സിലറേറ്റർ. സിംഗിൾ ക്ലിക്കിൽ ഈസി ആയിട്ട് ഗിയർ അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്യാം. ഗിയർ ബൈ ഡിഫോൾട്ട് 7th കിടക്കുന്നത്. നമ്മുടെ നോർമൽ പെഡലിങ്ങിന് അത് തന്നെയാണ് നല്ലത്. ഇനി സെൻട്രലായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ ബേസിക് ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. ബാറ്ററിയിൽ റൺ ചെയ്യുമ്പോൾ 5 ലെവൽസാണുള്ളത്. 1 ഓടിക്കുമ്പോൾ ബാറ്ററി കുറച്ചേ കൺസ്യൂം ചെയ്യൂ, നമ്മൾ കൂടുതൽ പെഡൽ ചെയ്യേണ്ടി വരും. ഇനി 5 ഓടിക്കുകയാണെങ്കിൽ മോട്ടോർ അതിൻ്റെ ഫുൾ എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യും. നമ്മൾ കുറച്ച് പെഡൽ ചെയ്താൽ മതിയാവും. നമ്മൾ സൈക്കിളിൽ നിന്ന് ഇറങ്ങി ഉരുട്ടിക്കൊണ്ട് പോകുമ്പോൾ ഒരു കണ്ടിന്യൂസ് സ്പീഡിൽ ഓട്ടോമാറ്റിക്കലി പോകണമെന്നുണ്ടെങ്കിൽ വാക്ക് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ത്രോട്ടിലൊന്നും കൊടുക്കാതെ ഒരു സ്പീഡിൽ തന്നെ കണ്ടിന്യൂസ് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ക്രൂസ് മോഡും ഉണ്ട്. ഇതിലൊരു ഹോൺ വരുന്നുണ്ട്. സൗണ്ട് ഒരുപാടില്ല, ബട്ട് സ്റ്റിൽ ഓക്കെ ആണ്. ഇതിനെനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഈ ഹോൺ സ്വിച്ചിൻ്റെ പൊസിഷനാണ്. കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന ലെവലിൽ എവിടെയെങ്കിലും കൊടുക്കണമായിരുന്നു. അതുപോലെ ഇൻഡിക്കേറ്റർ ഉണ്ട്, റിയറിൽ ടെയിൽ ലൈറ്റ് ഉണ്ട്, ബ്രേക്ക് ലൈറ്റും ഉണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററി മോട്ടറൊക്കെ എവിടെയാണ് വരുന്നത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം. ഇതിലൊരു 250 വാട്ട്സിന്റെ റിയർ ഹബ് മോട്ടറാണ് വരുന്നത്. സോ റിയർ വീലിനകത്താണ് മോട്ടോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ബാറ്ററിയുടെ പൊസിഷനാണ് ഹൈലൈറ്റ്. ഇതൊരു ഫോൾഡബിൾ സൈക്കിളാണ്. എന്ന് വെച്ചാൽ ഈ സൈക്കിൾ നമുക്ക് ഇതുപോലെ ഒടിച്ച് മടക്കിയെടുത്ത് വയ്ക്കാം. അലുമിനിയം ഫ്രെയിമാണ്. ഈ ഫ്രെയിമിനകത്താണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. ഇത് നമുക്ക് സൈക്കിളിൽ നിന്ന് ഇറക്കിയിട്ട് ചാർജ് ചെയ്യാം, അല്ലാതെ സൈക്കിളിൽ വെച്ചിട്ട് തന്നെ വേണമെങ്കിലും ചാർജ് ചെയ്യാം. 5 to 7 hours ആണ് ഫുൾ ചാർജിങ് ടൈം. ഒരു 4.5 മണിക്കൂർ കൊണ്ട് ഓൾമോസ്റ്റ് 80% എത്തും. സൈക്കിളിന്റെ ഫ്രെയിമിനെ ഇതുപോലെ മടക്കി ഹാൻഡിൽ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വരും. 25 kg വെയിറ്റ് വരുന്നുണ്ട്. സോ എല്ലാവർക്കും അത്ര ഈസി ആയിട്ട് പൊക്കി എടുക്കാൻ പറ്റണമെന്നില്ല. എല്ലാ കാറിലും ഇത് കയറുമെന്ന് ചെക്ക് ചെയ്തിട്ടില്ല. ഞാനൊരു 1.2 ലിറ്ററിന്റെ ഹാച്ച് ബാക്കിലാണ് കൊണ്ടുവന്നത്. റിയർ സീറ്റൊക്കെ മടക്കി വെച്ചിട്ടാണ് അതിനകത്തോട്ട് കയറ്റിയിട്ടത്. ഇനി ഇതിന്റെ റൈഡിംഗ് പോസ്റ്റിലോട്ട് വരികയാണെങ്കിൽ ഹാൻഡിലും സീറ്റ് ഹൈറ്റും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ കംഫർട്ടിനനുസരിച്ച് അപ്രൈറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ഇതിന്റെ റൈഡിങ്ങിലോട്ട് വരുമ്പോൾ ഒരുപാട് കാലമായിട്ട് സൈക്കിളൊന്നും ഓടിക്കാതെ ഇരുന്നതുകൊണ്ട് ഇത് ഓടിച്ച് തുടങ്ങുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായില്ല. ആദ്യം മുതൽ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഇത് ഫീൽ ചെയ്തത്. കൂടുതലും വില്ലേജ് റോഡ്സിലും ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്ത നോർമൽ ചെറിയ റോഡുകളൊക്കെയാണ് ഞാൻ ഇത് ഓടിച്ച് നോക്കിയത്. ഈ സൈക്കിൾ നമുക്ക് 3 രീതിയിലാണ് ഓടിക്കാൻ പറ്റുന്നത്. ഒന്ന്, നോർമലി ഉള്ള പോലെ പെഡൽ ചെയ്ത് കയറ്റം വരുന്നതൊക്കെ അനുസരിച്ച് ഗിയർ മാറ്റിക്കൊണ്ട് പോവാം. 2, പെഡലിങ്ങിന്റെ കൂടെ തന്നെ പെഡൽ അസിസ്റ്റ് ഓണാക്കി ഓടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പെഡൽ അസിസ്റ്റ് 1 to 5 വരെയുണ്ട്. ലെവൽ 1 നമ്മൾ പെഡൽ ചെയ്യുകയാണെങ്കിൽ നോർമലി നമ്മൾ ചവിട്ടുന്നതിനേക്കാളും ഒരുപാട് എഫേർട്ട് കുറച്ച് മതിയാവും. ലെവൽ 2, 3, 4, 5 പോകുമ്പോഴേക്കും നമ്മൾ പെഡലിങ്ങിന് കൊടുക്കുന്ന എഫേർട്ട് കുറച്ച് കൊടുത്താൽ മതി. നോർമലിയുള്ള സ്ട്രേറ്റ് റോഡിലൊക്കെ ലെവൽ 1 പെഡൽ ചെയ്ത് പോയാൽ മതിയാവും. പക്ഷേ നല്ല രീതിയിലുള്ള കയറ്റങ്ങൾ അല്ലെങ്കിൽ നല്ല ഓഫ് റോഡൊക്കെ എത്തുമ്പോൾ ലെവൽ 3, 4, 5 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ ഈസി ആയിട്ട് പോകാൻ പറ്റും. മോട്ടറും പെഡലിങ്ങും ചെയ്യുന്ന സമയത്ത് നമ്മൾ ത്രോട്ടിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യും. ഇനി 3ാമത്തെ മോഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ത്രോട്ടിൽ മാത്രം കൊടുത്ത് പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സ്കൂട്ടറൊക്കെ ഓടിക്കുന്ന പോലെ ആക്സിലേറ്റർ മാത്രം കൊടുത്താൽ മതി, സൈക്കിൾ ഈസിലി മൂവ് ആവും. ചെറിയ കയറ്റങ്ങളൊക്കെ ത്രോട്ടിൽ മാത്രം കൊടുത്താൽ ഈസിലി കയറി പോകും. പക്ഷേ ഒരുപാട് കുത്തിനുള്ള കയറ്റമൊക്കെ ആണെങ്കിൽ പെഡലിംഗ് കൂടി ചെയ്യേണ്ടി വരും. ഫ്ലാറ്റ് ആയിട്ട് റോഡിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം സ്പീഡ് 25 kmph ആണ്. അഗ്രസീവായിട്ട് പെഡലിംഗ് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് മേലുള്ള സ്പീഡും കൂടെ എടുക്കാൻ പറ്റും. പക്ഷേ ഈ 25-നകത്ത് തന്നെ നിൽക്കുന്നതായിരിക്കും സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈവേസിലും ഒരുപാട് തിരക്കുള്ള മെയിൻ റോഡുകളിലൊക്കെ ഇത് കൊണ്ടുപോയി ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം അത് അത്ര സേഫ് ആയിരിക്കില്ല. ഇനി ഇതിന്റെ ബാറ്ററിയുടെ റേഞ്ചിലോട്ട് വരുമ്പോൾ നമ്മൾ ചവിട്ടൊന്നും ചെയ്യാതെ ജസ്റ്റ് ത്രോട്ടിൽ മാത്രം കൊടുത്താൽ 45 kmph പോകുമെന്നാണ് കമ്പനി പറയുന്നത്. ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ ഇതുവരെ 45 kilometers ഒന്നും ഓടിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇതുവരെ ഓടിച്ചതിന്റെ ബേസിൽ മിനിമം ഒരു 35-40 kilometers ഒറ്റ ചാർജിൽ കിട്ടേണ്ടതാണ്.
അതുപോലെ പെഡലിംഗ് കൂടെ ചെയ്താണ് ഓടിക്കുന്നുണ്ടെങ്കിൽ 60 ആണ് കമ്പനി പറയുന്നത്. പക്ഷേ മിനിമം 50 റേഞ്ച് എന്തായാലും കിട്ടേണ്ടതാണ്. കാരണം സിംഗിൾ ഡേ ഫുൾ ചാർജ് ചെയ്ത് 25 കിലോമീറ്റേഴ്സ് വരെയൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ത്രോട്ടിൽ കൊടുത്തും പെഡൽ അസിസ്റ്റ് യൂസ് ചെയ്ത് ഓടിച്ചപ്പോൾ ബാറ്ററി സ്റ്റിൽ ഒരു പകുതിയൊക്കെ ചാർജ് ഉണ്ടായിരുന്നു. ഇനി പൊളിഞ്ഞ റോഡിലോട്ടൊക്കെ വരുമ്പോൾ സൈക്കിൾ നല്ല രീതിയിൽ തന്നെ സ്റ്റേബിൾ ആണ്. 60 mm ട്രാവലാണ് ഫ്രണ്ടിൽ സസ്പെൻഷൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ അല്ലെങ്കിൽ ഷോൾഡറിലേക്കൊന്നും വലിയ ഇടിയൊന്നും കിട്ടുന്നില്ല. പിന്നെ റിയൽ സസ്പെൻഷൻ വരാത്തതുകൊണ്ട് ചില സമയത്ത് ബട്ടക്സിൽ ചെറിയൊരു ഇടിയൊക്കെ കിട്ടാം. സസ്പെൻഷനെ പോലെ തന്നെ ഇതിന്റെ ഫാറ്റ് ആയിട്ടുള്ള ടയേഴ്സും ഓഫ് റോഡിൽ ഇത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ബ്രേക്സ് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് തരുന്നത്. ഡിസ്ക് ആയതുകൊണ്ട് കൊട്ടം തന്നെ ലോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ബൈക്കിലും സ്കൂട്ടറിലൊക്കെ പിടിക്കുന്ന പോലെ അത്യാവശ്യം പ്രോഗ്രസീവായിട്ട് പിടിച്ചാൽ മതി. സൈക്കിൾസിൻ്റെയൊക്കെ ഒരു സ്ക്രാംബ്ലർ അല്ലെങ്കിൽ ഓഫ് റോഡ് ഡേർട്ട് ബൈക്ക് വേർഷൻ ആയിരിക്കും ഈ ഒരു ഡൂഡിൽ പ്രോ എന്ന് പറഞ്ഞ സൈക്കിൾ. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ വലിയ തിരക്കൊന്നുമില്ലാത്ത റോഡുകളിൽ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് വേണ്ടി കൊണ്ടുപോവുക, അതുപോലെ വീക്കെൻഡിലൊക്കെ ട്രയൽസ്, അതായത് കുന്നും മലയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നവരുണ്ട്, അവർക്കൊക്കെ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് സൈക്കിൾ തന്നെയായിരിക്കും ഇത്. സോ ഒരു ഹാർഡ് കോർ മോട്ടോർ സൈക്കിൾസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബിൽഡ് ക്വാളിറ്റി ഉള്ള, ഒരുപാട് യൂസർ ഫ്രണ്ട്ലി ആൻഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള, ഡെയിലി യൂസിന് പറ്റിയ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സൈക്കിൾ തന്നെയാണിത്. എനിക്കിതിൽ ഇമ്പ്രൂവ് ആവണമെന്ന് തോന്നിയിട്ടുള്ള 1-2 കാര്യങ്ങൾ, ഇതിലൊരു മിറേഴ്സ്, മെയിൻലി ഒരു ബാർ ആൻഡ് മിറേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നന്നായിരുന്നേനെ. അതുപോലെ ഇതിൻ്റെ ഹോണിൻ്റെ പൊസിഷൻ മാറ്റി അതിൻ്റെ സൗണ്ട് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കിയെങ്കിൽ അത് നന്നായിരുന്നേനെ. സോ ഞാൻ ഈ പറഞ്ഞ പർപ്പസിന് വേണ്ടി നിങ്ങളൊരു സൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. കോസ്റ്റ് 56,000 രൂപയാണ് ഇതിന് വരുന്നത്. ഈ മോട്ടോറാഡിൻ്റെ ഓൺലൈൻ സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ലോക്കൽ സ്റ്റോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങാം. അപ്പോൾ അത്രയൊക്കെയാണ് ഈ മോട്ടോറാഡ് ഡൂഡിൽ പ്രോയുടെ ഒരു ബൈക്കർ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള എൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ചുമ്മാ പറയുന്നതല്ല, ഉറപ്പായിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ റൈഡ് സേഫ്, ബൈ ബൈ.